ഹലോ ഗായ്സ്. അപ്പോൾ അത്ര വലിയ വിവാദം ഒന്നും അല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് അധിക പേര് കാണുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കൊക്കെ വേണ്ടത് വിവാദമാണല്ലോ. അതിനോടാണല്ലോ നമുക്കൊക്കെ താല്പര്യം. പക്ഷേ ഞാനിത് ന്യൂസിലൊന്നും കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയപ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആഹ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം മുന്നേ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കത്തിയുന്ന സമയത്ത് ഞാൻ ഇതിന് മുന്നേ എനിക്കൊരു ചാനലുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാറില്ലേ. അപ്പോൾ ആ ചാനലിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ആ കത്തി കയറി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് കുറേ നടന്മാർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ചാനൽ എന്ത് ചെയ്തു, അത് ഒരു ചെറിയ പ്രശ്നം കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നാൽ എന്ത് ചെയ്തു, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇപ്പോൾ അത് പറയാനുള്ള കാരണം അതിൽ ഏഴോളം ആൾക്കാർക്കെതിരെ ആരോപണം ഉന്നയിച്ചു ഒരു നടി ഉണ്ടായിരുന്നു. നടി മീനു മുനീർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ നടി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇവർ ബാലചന്ദ്ര മേനോൻ, നിങ്ങൾക്കറിയാം, അത് തന്നെയല്ലേ പേര്? അത് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം, ഒരുമാതിരി ഈ ഫിഗർ ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഈ കൊട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ഒരു ആക്ഷനിൽ ചെയ്തിട്ട് അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ പുള്ളിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ലൈംഗിക അതിക്രമ ആരോപണം പുള്ളിക്കെതിരെ ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ കേസിൽ അത് ഇല്ലാത്ത കേസാണ്, അത് വ്യാജമാണ്, അല്ലെങ്കിൽ അതിന് തെളിവൊന്നും ഇല്ല. അപ്പോൾ അത് വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസാണെന്നുള്ളതാണ് ഇപ്പോൾ ഫൈനലായിട്ട് ആ കേസിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സൈബർ സെല്ലാണെന്ന് തോന്നുന്നു അവരെ അറസ്റ്റ് ചെയ്ത്. അങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. എന്താ അറിയില്ല, ഇപ്പോൾ ഇനി അവർ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാവും തോന്നുന്നു കേസ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കണ്ടതാണ്. ഇനി ഞാൻ തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ സ്ത്രീ പലരും ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നിർത്തുകയാണെന്നുള്ളൊരു ന്യൂസ് ഇടക്കങ്ങാണ്ട് ഞാൻ കേട്ടിരുന്നു ന്യൂസിലൊക്കെ. അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് പറയാനാണെങ്കിൽ, വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ, ഈ സ്ത്രീ വന്ന് ഒരുപാട് പേർക്കെതിരെ ആരോപണമൊക്കെ ഉന്നയിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇവരൊരു ഉഡായിപ്പാണെന്നുള്ളൊരു കാര്യം, ഒരു ഡൗട്ട് എനിക്ക് അന്നേ ഫീൽ ചെയ്തതാണ്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവരെന്ത് ചെയ്തു, ഈ കംപ്ലയിൻ്റ് ഒക്കെ ഏകദേശം പിൻവലിക്കുകയും ചെയ്തുള്ള ന്യൂസും കേട്ടിരുന്നു. മാത്രമല്ല ഇവർക്കെതിരെ ഇവർ ഒരു പെൺകുട്ടിയെ ആർക്കോ ജോലി എന്തോ വാഗ്ദാനം ചെയ്ത്, അതും ഞാൻ ആ കഴിഞ്ഞ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു, മുന്നത്തെ ചാനലിൽ. അങ്ങനെ വാഗ്ദാനമൊക്കെ ചെയ്ത്, ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ഇവർ എന്തോ അവർക്ക് എന്താ പറയുക, അറിയാലോ, ഒരു എന്താ പറയുക, ഈ സെക്സിന് വേണ്ടി വിൽക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനത്തെ എന്തോ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു. അതിനെതിരൊക്കെ അങ്ങനത്തെ കേസൊക്കെ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി തന്നെ ഒരു ഉഡായിപ്പ് ഫീൽ ചെയ്തതാണ് ഇവരുടെ ഒരു കാര്യത്തിൽ എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ആ കാര്യം ശരിയായിരിക്കുകയാണ്. ബാലചന്ദ്ര മേനോൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തു, ഇപ്പോൾ അവർ കുടുങ്ങിയിട്ടുണ്ട്. ഏതായാലും അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഇനി ഇന്ന് കേട്ട മറ്റൊരു കാര്യം കൂടി, നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ, കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിൽ വന്ന സമയത്ത് വലിയ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് അറിയാം അത് ഏത് ജില്ലക്കാരെയാണ് അതിൽ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇനി അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു കഥ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് കുറച്ച് കുട്ടികൾ, പെൺകുട്ടികൾ ചേർന്ന്, ഐ മീൻ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരെ കൂടി ഏത് ജില്ലയിലേക്കാണ് വരുന്നത് അറിയില്ല, കാസർഗോഡോ കണ്ണൂരോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ജില്ലയിലേക്ക് വരുന്നവർ എല്ലാവരും പല ജില്ലയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വന്നവരാണ്. അതിലൊരു മലപ്പുറംകാരി, ബേസിക്കലി അറിയാം, അവളൊരു മുസ്ലിമാണ്. അപ്പോൾ അവളെന്ത് ചെയ്തു, അവളുടെ കസിൻസിനെ കൊണ്ട് ഇവരെ കൂട്ടുകാരികളെ പ്രേമിപ്പിച്ച് മതം മാറ്റി തീവ്രവാദത്തിന് വേണ്ടി നാട് കടത്തി നോക്കിയാണ് ആ സിനിമയിൽ പറയുന്നത്. ആ സിനിമയിൽ ഒരുപാട് പേരിങ്ങനെ നാട് വിട്ട് തീവ്രവാദത്തിൽ ചേർന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിലൊരു എക്സാമ്പിളായിട്ട് അതിൽ ഒരാളെ കാണിക്കുന്നുണ്ട്. അതിൽ നായികയായിട്ടുള്ള ആൾ കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ് തോന്നുന്നു ആ സിനിമയിൽ പറയുന്നത്. കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആ സിനിമയിൽ. അപ്പോൾ അതൊക്കെയാണ് ആ സിനിമയിലുള്ളത്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതി പറഞ്ഞതാണ്, അപ്പോൾ അറിയാത്തവർക്ക്. അപ്പോൾ ഇപ്പോൾ അതെന്തിനാണ് വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അതൊരു പക്ഷേ ന്യൂസിലൊക്കെ വന്ന് തുടങ്ങിക്കാണല്ലോ. കുറച്ച് ഞാൻ ലേറ്റസ്റ്റ് ന്യൂസ് ആയിട്ടാണ് തോന്നുന്നു കുറച്ച് മുന്നേ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഇതേ സാധനം തന്നെ ഒരു ബുക്കാക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം, അതിൻ്റെ പ്രകാശനാണെന്ന് തോന്നുന്നു. ഇന്ന് ഡൽഹിയിൽ അങ്ങാടാണെന്ന് തോന്നുന്നു നടന്നത്. ഏതാണ്ട് ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിലായിരിക്കാം ഞാൻ എന്തോ ആട്ടെ. അപ്പോൾ അതിൽ കേരളത്തെക്കുറിച്ചും, അല്ലെങ്കിൽ കേരളത്തെ നിന്നല്ല മലപ്പുറത്തെക്കുറിച്ച്, മലപ്പുറം ജില്ലയെക്കുറിച്ച് അയാൾ എന്ത് ചെയ്തു, ഒരു BJP നേതാവ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് മലപ്പുറത്തെ പെൺകുട്ടികളൊക്കെ മലപ്പുറം മുസ്ലിം മജോറിറ്റിയുള്ള സ്ഥലമാണ്. നമ്മൾ മൊത്തത്തിൽ ഇന്ത്യയിൽ വിവാഹപ്രായം 18 എന്നാൽ മലപ്പുറത്തേക്ക് വരുമ്പോൾ അത് 16 രീതിയിലാണ്. അത് വിവാദ പരാമർശം എന്ന രീതിയിലാണ് ന്യൂസിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പറയട്ടെ, ഈ മലപ്പുറത്ത് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോൾ കല്യാണം നടക്കുന്ന വീട്ടിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. ഏതായാലും 18 വയസ്സ് തികഞ്ഞ അപ്പോൾ തന്നെ കല്യാണം നടത്തുന്ന ഒരു സിസ്റ്റം മലപ്പുറത്തുണ്ട്. അത് ഞാൻ പറയാം. അല്ലാതെ അതിന് താഴെയുള്ള, അതായത് മലപ്പുറത്ത് മാത്രമൊന്നുമല്ല കേട്ടോ അതിലുള്ളത്, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ളൊരിതാണ്. അപ്പോൾ പ്രായം തികയാതെ കെട്ടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടോ എന്നുള്ളത്, അത് ചിലപ്പോൾ അറിയാതെ ഞാൻ ചെയ്താൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ 18 വയസ്സായ തന്നെ കെട്ടിക്കുന്ന ഒരു പതിവ് ഉണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട്.
അപ്പോൾ അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, രേഖാ ഗുപ്ത, നിങ്ങൾക്കറിയാം ഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞത് ഇത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത്, കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു സിനിമ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേരൊക്കെ, അതായത് വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഇങ്ങനെ കൺവേർട്ടർ ചെയ്തിട്ട് തീവ്രവാദത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, നാട് കടത്തപ്പെട്ടിട്ടുള്ളൂ കേരളത്തിൽ. പക്ഷേ അതിൽ പറയുന്ന അത്രയും ഭീമമായ സംഖ്യ ആൾക്കാരൊന്നും, അതായത് അതിൽ വലിയൊരു സംഖ്യ പറയുന്നത് ഇങ്ങനെ തീവ്രവാദത്തിന് വേണ്ടി നാട് കടത്തപ്പെട്ടു എന്നുള്ളത്, അത്രയും പേരൊന്നും നാട് കടത്തപ്പെട്ടിട്ടൊന്നും ഇല്ല. നിങ്ങൾക്കത് ഇന്റർനെറ്റൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഈ സിനിമയിലൂടെ അവർ ചെയ്തത്. അപ്പോൾ ഞാൻ അന്ന് ഒരു വീഡിയോ, ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കേരളത്തെ അപമാനിക്കുന്ന രീതിയിലാണ്. അത് ഇപ്പോൾ നമുക്കറിയാം ഒരു പക്ഷേ സത്യം, കേരളക്കാർക്ക് അത്, മറ്റുള്ള സംസ്ഥാനക്കാർക്ക് അത് അറിയില്ലല്ലോ. അവർ ഇതാണ് സത്യം എന്ന് പറഞ്ഞ് കേരളം ഒരു വലിയ എന്തോ ജിഹാദ് സെൻ്റർ ആണെന്നൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുക. അല്ലെങ്കിൽ മലപ്പുറം എന്നൊരു ജില്ല മൊത്തം ജിഹാദികളുടെ ഒരു കേന്ദ്രം എന്നൊക്കെ ആയിരിക്കും അവർ ധരിക്കുക. അപ്പോൾ അത്രയൊന്നും ഇല്ല, അതൊക്കെ വെറുതെ ആ സിനിമയിൽ പെരുപ്പിച്ച് കാണിക്കാനുള്ളതാണ്. ഇപ്പോൾ അതൊരു ബുക്കാക്കി കൂടി ഇറക്കി, അപ്പോൾ പിന്നെ കുറച്ചുകൂടി നാണം കെടുത്തുക എന്നുള്ളതാണ്. ബുക്കാകുമ്പോൾ കൈമാറി കൂടുതൽ കൈകളിലേക്ക് അത് എത്തുകയല്ലേ, അപ്പോൾ കൂടുതൽ നാണം കെടുത്തുകയാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്ന് മാത്രമൊന്നുമല്ല ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് തീവ്രവാദത്തിന് വേണ്ടിയിട്ട് പല നാടുകളിലേക്കായിട്ട് പെൺകുട്ടികൾ കടത്തപ്പെട്ടിട്ടുള്ളത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ, അല്ല മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ കഴിച്ച് കേരളത്തിൽ നിന്ന് ഇത്ര ആൾക്കാർ പോയിട്ടുണ്ട്. അതാണ് സത്യം.